ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ലെഹങ്കയ്ക്കൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫ്രണ്ട് ഓപ്പൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ മീഷോന്ന് കോംബോ ഓഫറിൽ 2 സാരി വാങ്ങിയത് കാണിച്ചിരുന്നില്ലേ, അതിൽ ഒരു സാരി വെച്ചിട്ട് ഈ ഓണത്തിന് ഞാനൊരു ഹാഫ് സാരി അടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബ്ലൗസാണിത്. ഈ സാരിയിൽ നിന്ന് ഞാൻ ബ്ലൗസ് പീസ് സെപ്പറേറ്റ് ചെയ്തെടുത്ത് നെക്ക് വരുന്ന ഭാഗം അടയാളപ്പെടുത്തി അവിടെ ചെറിയൊരു ഹാൻഡ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം പേപ്പറിൽ കട്ട് ചെയ്തെടുക്കാം. അതാവുമ്പോൾ നമുക്ക് തെറ്റിപ്പോകുന്നില്ല, ഒരു പേടി വേണ്ട. അപ്പം ഞാൻ ന്യൂസ് പേപ്പറിൻ്റെ ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇനി മാർക്കിങ് ചെയ്യാം. ആദ്യം നമ്മൾ ബാക്ക് പാർട്ടാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ ബ്ലൗസിൻ്റെ ലെങ്ത്ത് വരുന്നത് 14 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി 15 ഇഞ്ച് ലെങ്ത്തായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ ഞാനിവിടെ 5.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 5.25 ഇഞ്ചിൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പും കൂടിയിട്ട് 5.5 ഇഞ്ച്. ആം ഹോളും സെയിം തന്നെ 5.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിന് നമുക്കൊരു ബോക്സ് ആക്കിയിട്ട് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചെസ്റ്റ് റൗണ്ട് വരുന്നത് 36 ഇഞ്ച്. അതിൻ്റെ 4 എടുത്താൽ 9 ഇഞ്ച്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി 11 ഇഞ്ച് മാർക്ക് ചെയ്യാം. 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് ആം ഹോൾ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. താഴെ നമുക്ക് വേസ്റ്റ് വിഡ്ത്ത് വരുന്നത് 31 ഇഞ്ച്. അതിന് 4 ഭാഗം എടുക്കുമ്പം 7.25 ഇഞ്ച്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ നെക്ക് വിഡ്ത്ത് 2.25 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 2.5 ഇഞ്ചായിട്ട് വരും. ബാക്ക് നെക്ക് 9.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. മുകളിൽ 2.5 ഇഞ്ചാണ് നെക്ക് വിഡ്ത്തായിട്ട് മാർക്ക് ചെയ്തത്. താഴേക്ക് അത് 3 ഇഞ്ചായിട്ടാണ് മാർക്ക് ചെയ്യുന്നത്, കുറച്ചിങ്ങനെ വൈഡായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടാണ് റൗണ്ട് ചെയ്ത് വരച്ചു കൊടുക്കുന്നത്. റൗണ്ടല്ല, ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പാണ് കൊടുക്കുന്നത്. ഇനി ഒരു 1/4 ഇഞ്ച് ഷോൾഡർ ഡ്രോപ്പും കൂടി ചെയ്തിട്ട് നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ബാക്ക് വെച്ചിട്ട് നമുക്കിനി ഫ്രണ്ടിലേക്കുള്ള മാർക്കിങ് ചെയ്തെടുക്കാം. ഇവിടെ ബാക്ക് പാർട്ടിൻ്റെ സെയിം അളവിൽ തന്നെ ആം ഹോളും ഷോൾഡറും നെക്ക് വിഡ്ത്തും ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ നെക്ക് ലെങ്ത്ത്, ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് 7.25 ഇഞ്ചാണ്. എന്നിട്ട് നേരത്തെ ബാക്ക് നെക്കിൽ ചെയ്ത പോലെ തന്നെ 3 ഇഞ്ചാണ് താഴത്തെ നെക്ക് വിഡ്ത്തായിട്ട് എടുക്കുന്നത്. അത് എന്നിട്ട് ബോക്സ് ആക്കി വരച്ച് ഒരു കർവ് ആയിട്ടുള്ള ഒരു വി ഷേപ്പാണ് ഞാൻ ഫ്രണ്ട് നെക്കിന് കൊടുക്കുന്നത്. ഇനി നമുക്ക് പ്രിൻസസ് കട്ടിങ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ബസ് പോയിൻ്റ് 10 ഇഞ്ച് മാർക്ക് ചെയ്യാം. പിന്നെ ഇവിടുന്ന് നിപ്പിൾ ടു നിപ്പിൾ ഉള്ള പോയിൻ്റ് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. താഴെ 3.5 ഇഞ്ചും മാർക്ക് ചെയ്യാം. ഇനി ആം ഹോൾ കർവിൻ്റെ പകുതിക്ക് വെച്ചിട്ട് ഒരു മാർക്കിങ് കൊടുക്കാം. എന്നിട്ട് ഈ 3 മാർക്കിങ്ങും കൂടി ആദ്യം നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമ്മൾ താഴെ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടില്ലേ, ആ മാർക്കിങ്ങിൽ നിന്ന് 2.5 ഇഞ്ച് ടക്കിനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടുന്ന് വേസ്റ്റ് റൗണ്ടിൻ്റെ ബാക്കി ഭാഗം കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ 2 ഇഞ്ച് തയ്യൽ തുമ്പ്. ടക്ക് മാർക്ക് ചെയ്തതിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ബസ് പോയിന്റിലേക്ക് യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഷേപ്പാക്കി വരച്ചു കൊടുക്കാം. ഫ്രണ്ടിലത്തെ കൈക്കുഴി ഒരു 1/2 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ 2 ഭാഗം കൂടി യോജിപ്പിച്ച് വരുമ്പോഴേക്കും നമ്മളെ ബാക്ക് ആം ഹോളിൻ്റെ സെയിം ആയിട്ട് വരും. അതേപോലെ തന്നെ താഴെയും ആ ടക്കിൻ്റെ ഭാഗം കൂടി യോജിപ്പിച്ചിട്ട് വരുമ്പോഴേക്കും വേസ്റ്റ് റൗണ്ടും കണക്കായിട്ട് വരും. ഇനി നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. സ്ലീവിൻ്റെ ലെങ്ത്ത് 11 ഇഞ്ച്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി 12 ഇഞ്ച് മാർക്ക് ചെയ്യാം.
ആം ഹോൾ ഡെപ്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി കൈക്കുഴീൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത് 8 ഇഞ്ച്, അതായത് 36 ഇഞ്ചല്ലേ ചെസ്റ്റ് റൗണ്ട്, അതിൻ്റെ നാലിലൊരു ഭാഗത്തിന് 1 ഇഞ്ച് കുറക്കുന്നതാണ് നമ്മൾ സ്ലീവ് വിട്ടായിട്ട് എടുക്കുക. ഇനി 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടിയിട്ട് ഇത് നമുക്കിങ്ങനെ കൈയിൻ്റെ ഷേപ്പിൽ മാർക്ക് ചെയ്തെടുക്കാം. ഇനി താഴെ കൈവണ്ണം 5.5 ഇഞ്ച്, അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് അതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ആം ഹോൾ കറക്റ്റ് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് ഈ പേപ്പർ കട്ടിങ് വെച്ചിട്ട് നമുക്ക് ലൈനിങ്ങിൽ ആദ്യം കട്ട് ചെയ്തെടുക്കാം. ബ്ലൗസിന് കുറച്ചും കൂടി ലെങ്ത്ത് കൂട്ടാമെന്ന് പിന്നെയാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഞാൻ ലൈനിങ്ങിൽ മാർക്ക് ചെയ്യുമ്പം താഴത്തുനിന്ന് 1 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തതിന് ശേഷമാണ് പേപ്പർ കട്ടിങ് വെച്ചിട്ട് ബാക്കി മാർക്കിങ്ങൊക്കെ ചെയ്തെടുത്തത്. ഇതിൽ ഞാനിപ്പം നെക്ക് മാർക്ക് ചെയ്യുന്നതേ ഉള്ളൂ, കട്ട് ചെയ്ത് മാറ്റുന്നില്ല. അത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടാകുമ്പോൾ കട്ട് ചെയ്ത് മാറ്റുന്നുള്ളൂ. നമ്മൾ നോർമലി പ്രിൻസസ് കട്ട് ചെയ്യുമ്പോൾ താഴത്തേക്ക് ഒരു ഇഞ്ചോ 1.5 ഇഞ്ച് എക്സ്ട്രാ ഇടുന്നത് നല്ലതായിരിക്കും. യോജിപ്പിച്ച് വരുമ്പം 2 പീസിന് ലെങ്ത്ത് ഏറ്റക്കുറച്ചിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പം ഞാൻ 1 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നതുകൊണ്ട് താഴത്തുനിന്ന് 3 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടാണ് പേപ്പർ കട്ടിങ് വെച്ചിട്ട് ചെയ്യുന്നത്. പിന്നെ ഫ്രണ്ട് ഓപ്പണിങ് കൊടുക്കുന്നത് കൊണ്ട് 4 ഇഞ്ച് ആ ഓപ്പണിങ്ങിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന അതും കൂടി മാർക്ക് ചെയ്തിട്ട് ആ മാർക്കിങ്ങിൽ വെച്ചിട്ടാണ് ബാക്കിയൊക്കെ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഇവിടെ ജോയിൻ ചെയ്യേണ്ടതുകൊണ്ട് അവിടെ ഒരു 4 ഇഞ്ച് തയ്യൽ തുമ്പ് എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ നെക്ക് ഒന്നും കൂടി വൃത്തിക്ക് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വർക്ക് ചെയ്ത് വെച്ച ഭാഗത്ത് നല്ല വശത്ത് തന്നെ ലൈനിങ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഒരു സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 4 ഇഞ്ച് ഇവിടെ ഗ്യാപ്പ് വിട്ടിട്ട് ഈ ഭാഗം കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് സ്റ്റിച്ചിന് കൊള്ളാത്ത രീതിക്ക് ചെറിയ ചെറിയ കട്ടിങ് കൊടുത്തിട്ട് ലൈനിങ് ഉൾവശത്തേക്ക് തിരിച്ചിട്ടിട്ട് ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലേക്കുള്ള ഭാഗങ്ങളും കൂടി ലൈനിങ്ങിൻ്റെ അനുസരിച്ച് മെയിൻ ക്ലോത്തിൽ നിന്ന് വെട്ടിയെടുത്തിട്ട് ഇതുപോലെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം.
നമ്മൾ പ്രിൻസസ് കട്ടിൻ്റെ ഈ കൈക്കുഴി വരുന്ന ഭാഗം കട്ട് ചെയ്യുമ്പോൾ തിരിഞ്ഞു പോവാതെ ഒന്ന് ശ്രദ്ധിക്കണേ. എൻ്റേത് തിരിഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ എന്നിട്ട് അതൊന്നും കൂടി അഴിച്ചിട്ട് ഭാഗം മാറ്റി വെച്ചടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ തലയിരിഞ്ഞു പോയ ഭാഗമെല്ലാം ശരിയാക്കിയിട്ട് ഞാൻ ഒന്നും കൂടി ആ ഭാഗം ലൈനിങ് ആയിട്ട് ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ രണ്ട് ഇതും കൂട്ടി അടിക്കുക വേണ്ടത്. കൈക്കുഴീൻ്റെ അടുത്ത് വെച്ചിട്ട് തുടങ്ങുന്നതായിരിക്കും നല്ലത്. നമ്മൾ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ട ആ ഭാഗത്തു നിന്ന് കൈക്കുഴി ലെവലാക്കി വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക. ഇനി ഫ്രണ്ട് ഓപ്പൺ ചെയ്തതുകൊണ്ട് അവിടെ ഹുക്കും മയ്യും വെക്കാനുള്ള സംഭവം അടിച്ചു കൊടുക്കാം. അതിനായിട്ട് 3 ഇഞ്ച് വീതിയുള്ള ഒരു പീസും 1.5 ഇഞ്ച് വീതിയുള്ള ഒരു പീസും എടുത്തിട്ടുണ്ട്. 1.5 ഇഞ്ച് വീതിയുള്ള പീസ് വലതുവശത്ത് വെച്ചിട്ട് അടിച്ചു കൊടുക്കാം. 3 ഇഞ്ച് വീതിയുള്ള പീസ് ഇടതുവശത്തും വെച്ച് അടിച്ചു കൊടുക്കുക. ഇനി ഈ പീസ് ബാക്ക് പാർട്ടിൻ്റെ ഷോൾഡറായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി സ്ലീവാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. സ്ലീവിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. പ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു പഫാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഇതുപോലെ വെച്ച് ജോയിൻ ചെയ്തെടുക്കുക വേണ്ടേ. അപ്പോൾ ഇതാ സ്ലീവും അറ്റാച്ച് ചെയ്തു. ഇനി നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് താഴെ ഭാഗം മടക്കി അടിക്കാം. ഇനി സൈഡ് കൂടി ഷേപ്പിനനുസരിച്ച് ജോയിൻ ചെയ്തെടുത്തതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മളെ ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക്. ചെറിയ ചെറിയ വർക്കൊക്കെ ഇവിടെ എക്സ്ട്രാ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സ്ലീവിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ഡിസൈനും കൊടുത്തു.
അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കിനും വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഫുള്ളായിട്ട് വെക്കണത്രേ. ഇതാണ് നമ്മുടെ ബ്ലൗസ് വന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.